A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Come, be a part of excellence. Be a part of FASC. Fatima College. Molding minds, illuminating lives. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Sri Vivekananda Padana Kendram, Palemad, Edakara. നാളെ വരെ ഏതൊരാൾക്കും മത്സരിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യത്തിൽ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കമന്റും പറയുന്നില്ല. അദ്ദേഹം മത്സരിക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ അവകാശം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. മറ്റാർക്കും തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാവുന്നതാണ്. അക്കാര്യത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. കാര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് അൻവർ ഇന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ UDF-ലേക്ക് എടുക്കാതിരിക്കാൻ കാരണം പിണറായി സതീശനോട് പറഞ്ഞിട്ടാണ്. അപ്പൊ പരസ്പര വിരുദ്ധമായ ചില സാധനങ്ങൾ വരുന്നുണ്ട്. എല്ലാം ജനങ്ങൾ വിലയിരുത്തും അല്ലേ, ഞാനതിലൊന്നും പറയുന്നില്ല. ഞങ്ങളെ ബാധിക്കുകയില്ല. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോവുകയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രവർത്തന രീതികളും ശൈലികളും, ഓരോരുത്തരും അവരവരുടെ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ കുറെ നാളായി ഒരു സംശയം നിലനിന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്താൽ ഒരു സീറ്റിൽ പോലും BJP കേരളത്തിൽ ജയിച്ചില്ല. പക്ഷെ എല്ലായിടത്തും അവർ മത്സരിച്ചു. അപ്പൊ ജയസാധ്യത നോക്കിയോ വോട്ട് നോക്കിയോ ആയിരുന്നില്ല. കുറെ വർഷങ്ങളായി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP, അവരുടെ മുന്നണി. പക്ഷെ നിലമ്പൂരിന്റെ കാര്യം വന്നപ്പോൾ ഒന്ന് അറച്ചു നിന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മുടെ സമൂഹത്തിൽ ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതായി പറയുന്നുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ച് കേൾക്കുമ്പോൾ സമൂഹത്തിൽ മറ്റൊട്ടേറെ സംശയങ്ങൾക്കാണ് അത് ഇട നൽകിയിട്ടുള്ളത്. UDF സംഭാവന ചെയ്ത സ്ഥാനാർത്ഥിയാണ് എന്നാണ് വരുന്നത്. ഞാനിത് ആലങ്കാരികമായി പ്രയോഗിക്കുന്നതല്ല. സ്ഥാനാർത്ഥിയായ ബഹുമാന്യനായ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം UDF-ലെ ഘടകകക്ഷിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണെന്നാണ് അല്ലേ? ആണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ UDF-ലെ ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പൊ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ, വിലയിരുത്തട്ടെ. ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായി അൻവറുമായി ഒരു 3/4 മണിക്കൂർ ചർച്ച നടത്തി. ഇന്നിപ്പം PD സച്ചിനെ ഹായ് ഗൈസ്, മഴക്കാലൊക്കെ വന്നില്ലേ? ഇപ്പൊ സ്കൂളും തുറക്കാനായി. സ്കൂൾക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. എപ്പോഴും ഞാൻ പോകുന്നോളൂ ഇങ്ങോട്ട് അകമ്പാടത്തിലെ വിസ്മയ ഫാൻസി ആൻഡ് ഫുട്വെയർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ സ്കൂൾക്ക് വേണ്ടി A to Z കാര്യം, അതും വമ്പൻ ഓഫറിൽ. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന 3D ഡിസൈനിലെ ഒരുപാട് കളക്ഷൻ, പെന്ന്, പെൻസിൽ, ക്രയോൺസ്, എറേസർ, ജിയോമെട്രി ബോക്സ്, വാട്ടർ കളർ എന്ന് പോകുന്ന എല്ലാ സാധനങ്ങളും നല്ല കളക്ഷനോട് കൂടി. എന്റെ കയ്യിലെ നെയ്മറിന്റെ നോട്ട്ബുക്ക് ഒക്കെ 5 എടുത്ത് 5 ഫ്രീ. വാട്ടർ ബോട്ടിൽസും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. റബ്ബറിന്റെ വാട്ടർ ബോട്ടിലുകളൊക്കെ ഉണ്ട്. അതാകുമ്പോ താഴെ വീണ് പൊട്ടൂല. പിന്നെ ഈ സാധനങ്ങളൊക്കെ നല്ല ലോഡാക്കി കൊണ്ടുപോകണ ബാഗ്, ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കൊറിയൻ ബാഗ്സ്, അതും പല ആസ്തറ്റിക് കളറിൽ. വൈൽഡ് ക്രാഫ്റ്റ്, സഫാരി, ഒഡീസിയ എന്ന് പോകുന്ന എല്ലാ ബ്രാൻഡും സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമല്ല കോളേജ് സ്റ്റുഡൻസിന് ഉള്ളതും ഇവിടെ ഉണ്ട്. ഇതാണ് ഈ ഷോപ്പിന്റെ ഗോഡൌൺ. ഈ ഗോഡൌണിന്റെ നേരെ താഴെയാണ് ഇപ്പൊ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യണത്. എത്രങ്ങാനും വലിയ ഗോഡൌണാ. ഈ ഗോഡൌൺ വലിയ ഷോപ്പിന്റെ അത്ര വലിപ്പം തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാൻ മെയിൻ ഷോപ്പ് കാണുന്നത്. ഇതാണ് ഫുഡ് വെയർ സെക്ഷൻ. ജെന്റ്സിനും ലേഡീസിനും വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളെ ചാലിയാർ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഷോപ്പ്. ഈ കാണുന്ന ഫുഡ് വെയർസിന് വരെ നല്ല ഓഫറുകൾ ഉണ്ട്. ലേഡീസിന് നല്ല ട്രെൻഡിങ് കളക്ഷനുകൾ. ഇതാണ് ഫാൻസി ആൻഡ് വെഡിങ് സെക്ഷൻ. കളക്ഷന്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അതേപോലെ തന്നെ കോസ്മെറ്റിക്സ്, നിങ്ങൾക്ക് വേണ്ടി A to Z കാര്യങ്ങൾ. ഈ വീഡിയോ കണ്ടുവരികയാണ് പറഞ്ഞാൽ നല്ല ഓഫർ ഉണ്ടാവും. റെയിൻ കോട്ടാളും റെയിൻ കവറാളും. ഇതാണ് ടോയ്സിന്റെ സെക്ഷൻ. ഇതേപോലെ തന്നെ സ്പോർട്സിനായിട്ട് വേറെ സെക്ഷനും. അപ്പൊ വന്നോളി വിസ്മയ ഫാൻസി ആൻഡ് ഫുഡ് വെയർ അകമ്പാടം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.